ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയ ഡിഷ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ ഇട്ടതാണ് മത്തൻ കൊഴുക്കട്ടയാണ് ഇതിൻ്റെ പേര്. ഇതേപോലെ മത്തൻ റോളടിയും ആക്കിയിട്ടുണ്ട്. ഇനി മത്തൻ വേണം, മത്തൻ്റെ കുരു വേണം. മത്തൻ കഴുകി നമുക്ക് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താലോ. വേവിച്ച മത്തൻ നമുക്കൊരു ബൗളിലേക്ക് തട്ടിക്കൊടുത്താലോ. തട്ടിക്കൊടുത്ത് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഉടച്ചെടുത്താലോ. ഒടിച്ചെടുത്താൽ മത്തല്ലി നമുക്ക് ലേശം അരിപ്പൊടി ഉപ്പിട്ടൊന്ന് കുഴച്ചെടുക്കാം. മിക്സ് വെല്ലാക്കുക എല്ലാം കൂടി. ഇനി നമുക്കതിൽ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കണേ. എല്ലാം കൂടി കുഴച്ചെടുക്കുക. ഇനി തേങ്ങ, ബെല്ലം, ഏലക്കായ് പൊടിച്ചതെല്ലാം വേണം. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നെയ്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കാഷ്യൂനട്ടും കാഷ്യൂനട്ടും നമ്മുടെ സീഡ്സും അതിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് തേങ്ങയും നമ്മുടെ ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഏലക്ക പൊടിച്ചതൊന്ന് മിക്സാക്കി കൊടുത്ത് നമുക്ക് ബെല്ലം അതിലിട്ട് നല്ലോണം മിക്സാക്കുക. കുറച്ച് ഉപ്പിടണേ. ആയതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് നേരത്തെ മാവെടുത്ത് കൈവിരലിൽ ഇങ്ങനെ പരത്തിക്കൂടെ അതിൻ്റെ നടുവിലേക്ക് നേരത്തെ ബെല്ലം ഇൻഗ്രീഡിയൻസ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. മത്തനുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി വെക്കണം. നല്ല ഹെൽത്തി ആയൊരു ഡിഷാണ് ഇത്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ആ മത്തൻ്റെ കുരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ്, നമ്മുടെ കാഷ്യൂനട്ട് കടിക്കുമ്പോൾ എല്ലാം കൂടി ഭയങ്കര ടേസ്റ്റുള്ളൊരു ഡിഷാണ്. ആരും ഇത് റെസിപ്പി ചെയ്യാണ്ട് നിൽക്കില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇഷ്ടപ്പെടാണ്ടിരിക്കൂല ആയിരിക്കും. നല്ല ടേസ്റ്റി ഉണ്ട്. ഇതേപോലെ ഞാനൊരു റോൾ അടിയും കൂടി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ തൂക്കിയെടുക്കാം. ഇനി നമുക്കിത് അപ്പച്ചൻ പടപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് അപ്പച്ചമ്പലിട്ട് മൂടി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലിട്ട് നമുക്കൊന്നത് കഴിച്ച് നോക്കാം. അതിൻ്റെ ചിരടൊക്കെ നമുക്ക് ഒരു കത്രി എടുത്ത് ഒന്ന് മുറിച്ച് കൊടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് കത്തി കൊണ്ടൊന്ന് നടുവിലേക്ക് പീസാക്കി കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു വരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ മത്തൻ കൊഴുക്കട്ട. സൂപ്പർ ടേസ്റ്റിയായ. ട്രൈ ചെയ്യാൻ മറന്നു പോകരുതേ.